ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ? നിങ്ങളൊക്കെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും? ഞമ്മക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. നമ്മളിവിടെ മമ്പയറും കൊണ്ടൊരു കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. മമ്പയറും ചിരങ്ങിയും വെച്ചിങ്ങണ്ട്. അപ്പോൾ പല മാതിരിയും ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണത് നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ മക്കളെ. അപ്പോൾ ഇതാ പയർ അവിടെ വെള്ളത്തിൽ ഇന്നലെ അന്തിക്ക് വെള്ളത്തിലിട്ട് വെച്ചതിനും നല്ലോണം പുതിർന്ന് കേട്ടോ. നോക്കാണി മമ്പയറാണ്. ഇനി ഈ ചിരങ്ങി കണ്ട അരിയട്ടെ. ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി അതും അതിക്കുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് കണ്ടു നോക്കി, എന്നിട്ട് നിങ്ങളൊന്ന് ഇതേമാതിരി ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഈ ചിരങ്ങൊന്നിട്ട് തോല് കളഞ്ഞങ്ങാണ്ടേ ഒന്നിട്ട് ചെറുതാക്കി നുറുക്കി ഉണ്ടാക്കട്ടെ കേട്ടോ. പറ്റ ചെറുതാക്കണ്ട, ഒന്നൊരു പാകത്തിന്. അപ്പോൾ നമ്മൾ ഈ മമ്പയർ ഒന്നുകൂടെ കുക്കറിലിട്ടുങ്ങാണ്ട് ഒരു 2 വിസിലടിച്ചിങ്ങാണ്ട് ഒന്നിട്ട് വേവിച്ചിട്ട് കേട്ടോ. കാരണം നല്ല വേവാണ്. അപ്പോൾ അതാ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ടേ അതൊന്ന് വേവിച്ചെടുക്കട്ടെ. 2 വിസിലടിച്ചാൽ മതി. ഈ തക്കാളി ഉള്ളി ഞാനിപ്പോൾ ഇതിങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിന് എന്തിനറിയോ? നല്ല പേസ്റ്റ് ആക്കാനൊന്നുമല്ല, ഒന്നിങ്ങോട്ട് ഇതാക്കി ഇങ്ങോട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അരിയണീന് വേണ്ടിയിട്ട് അരിയും കൊണ്ട് നിൽക്കാൻ വയ്യ മക്കളെ. അപ്പോൾ ഒന്ന് ഇതാക്കിയാണ് എടുത്തുങ്ങാണ്ടേ വെളുത്തുള്ളി നമ്മൾ കുറച്ചൊന്നുകൊണ്ട് അരിഞ്ഞ് ചിക്കൻ കേട്ടോ. അതൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും ഈ പച്ചമുളകും, അപ്പോൾ ഈ അരിഞ്ഞ് വെച്ച പച്ചമുളകൊക്കെ കൂടി ഇട്ടുങ്ങാണ്ടേ ഒന്നുകൊണ്ട് വാട്ടിയെടുക്കണം. അപ്പോൾ അതാ നമ്മൾ എണ്ണ ഒഴിച്ചിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഈ വെളുത്തുള്ളിൻ്റെ ഉണ്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കട്ടെ. ഈ പച്ചമുളകും ഒന്നും കൊണ്ട് പാടിയതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ അതും ഇട്ട് കൊടുത്തുങ്ങാണ്ടേ ഒക്കെ ഒന്നുകൊണ്ട് വാട്ടിയെടുക്കണം. എന്നിട്ട് അതിക്കുള്ള മസാലകളും ഒക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഒന്നുകൊണ്ട് വാട്ടിയെടുക്കുക. തൂമിച്ചിനീന് കണക്കിന് ഒരു ചെറിയൊരു വലിയുള്ളി അരിഞ്ഞുകൊണ്ട് അതാണ് തൂമിച്ചെടുത്തിക്കണം കേട്ടോ. കാരണം ഒറ്റക്ക് താളിച്ചണ ആ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ ആ വാട്ടിന് ഇടുമ്പോൾ. വാട്ടാൻ അടിച്ച് വെച്ച് ഇട്ടാൽ. അപ്പോൾ അതിന് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും 1 സ്പൂണ് അതും ഇട്ട് കൊടുത്തിക്കണം. ഇറച്ചി മസാലയാണ് ചേർക്കണത് കേട്ടോ. നമ്മൾ പുളി ഒഴിച്ചിങ്ങാണ്ട് വെക്കാമെന്ന് കരുതിയതിനും വേണ്ട. അപ്പോൾ അങ്ങനെ വേണ്ട, ഇവിടെ ഇത് ഇറച്ചി മസാല ആക്കണ മാതിരി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്നായിക്കോട്ടെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറച്ചിക്ക് കൊടുക്കണ മസാലകളാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ അടിച്ച് വെച്ച തക്കാളിയും ഉള്ളി അതും അതിക്കിട്ടുങ്ങാണ്ട് ഒന്നിട്ട് വാടട്ടെ. ഇതിലേക്കുള്ള മസാലകൾ മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അതാ നല്ലോണം വാടിയിക്കണം കേട്ടോ. കണ്ടില്ലേ എണ്ണ തെളിഞ്ഞങ്ങാണ്ട് നിൽക്കണ്. ഇതിലേക്കുള്ള മസാലകളാണ് ഇട്ട് കൊടുക്കട്ടെ. ഇതാ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. മുളകും പൊടി ഇട്ടു മക്കളെ. മല്ലിപ്പൊടിയാണ് 2 സ്പൂണ് മല്ലിപ്പൊടിയും 2 സ്പൂണ് മുളകും പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ എരിവ് നമ്മളെ മുളകും പൊടി കുറച്ച് എരിവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 2 സ്പൂൺ ഇട്ടിരിക്കുന്നത്. പിന്നെ പച്ചമുളകും തന്നെ എരിവ് കമ്മിയാണ്. അപ്പോൾ ഇത് കുറച്ച് ഗരം മസാലൻ്റെ പൊടി അതുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ നല്ലോണം ഒന്ന് വാട്ടിങ്ങാണ്ടേ ആ ഒരു വാസന ഉണ്ടല്ലോ, ആ വാസന ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മമ്പയറും ചിരങ്ങിയൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം ചിരങ്ങ ഒന്നും ഇട്ടുങ്ങാണ്ട് ഇളക്കണം കേട്ടോ. ഇതായിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്നുകൊണ്ട് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ആ അരിഞ്ഞ് വെച്ച് ചിരങ്ങൻ്റെ ഇട്ട് കൊടുത്താണ്ടേ ഒന്നുകൊണ്ട് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ആ പയറും ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം ഒന്നിട്ട് ഇളക്കി മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾക്ക് വെള്ളത്തോടുക്കനെ വേണമെങ്കിൽ അതിനനുസരിച്ച് വെക്കുക. ഇല്ല പിന്നെ വെള്ളം പറ്റ കമ്മിയാണെങ്കിൽ അതിനനുസരിച്ച് വെക്കുക. ഒക്കെ നല്ല ടേസ്റ്റാണ്. എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് കേട്ടോ മക്കളെ. എല്ലാം അറിയാം, പക്ഷേ നമുക്ക് നമ്മളെ ഫോൺ നമ്മളൊന്നിനും സമ്മതിച്ചണില്ല.
ഇപ്പം നമുക്ക് തടി കൊണ്ട് കുറച്ച് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്താണ്. പക്ഷേ അതിന് ഫോൺ നമ്മളെ സമ്മതിച്ചണില്ല കേട്ടോ. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ മക്കളെ. ലൈക്ക് ചെയ്തുകൊണ്ടാണ് കണ്ടോളി, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ആ കുറ്റങ്ങളവിടെ പറഞ്ഞോളിയും. എന്നാലും നിങ്ങൾ ഫോണൊന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ അത് നമ്മൾ വേവിച്ച് വെച്ച പയറും ആയി കണ്ടിട്ടോ, മമ്പയറാണേ. അപ്പോൾ ഇനി നല്ലോണം ഒന്നുകൊണ്ട് ഇളക്കിങ്ങാണ്ടേ ഒന്നാണ് മിക്സാക്കിങ്ങാണ്ട് അതിക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് വെച്ച് കൊടുത്തുങ്ങാണ്ട് നല്ലോണം ഒന്ന് വെന്തു. അപ്പോൾ അതാ നല്ലോണം വെന്തുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ലൂസ് കൊടുക്കാനാണ് കേട്ടോ, കാരണം ചോറ്റൊക്കെ കുഴച്ച് തിന്നാനും കൂടി കണ്ടുങ്ങാണ്ടാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ്, ഒന്ന് തിന്ന് നോക്കുകയാണെങ്കിൽ എന്തൊരു ടേസ്റ്റ് ഉണ്ട് അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.